കൊല്ലം പോലീസിലെ ഇരട്ടകളായ എസ്ഐമാർ സർവീസിൽ നിന്ന് വിരമിച്ചു. കൊല്ലം മേടയിൽമുക്ക മതേന്ദ്രനഗർ കൊച്ചയ്യത്തുകടവിൽ നാരായണൻ നായരുടെയും രാജമ്മയുടെയും മക്കളായ കെ അനിൽകുമാറും കെ സുനിൽകുമാറുമാണ് 3 പതിറ്റാണ്ട് കാലത്തെ പോലീസ് സേവനത്തിൽ നിന്ന് വിരമിച്ചത്. ഈ ഇരട്ടകളിലെ അനിൽ ജോലി ചെയ്യുന്നത് നമ്മുടെ സിറ്റി ക്രൈംബ്രാഞ്ച് ഓഫീസിലും നമ്മുടെ സുനിൽ അദ്ദേഹം ജോലി ചെയ്യുന്നത് സംസ്ഥാന ഇൻ്റലിജൻസിൻ്റെ SI ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ ഈ ഇരുവരെയും നമുക്ക് ഒന്നിച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സിറ്റി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നമ്മുടെ അനിലും സുനിലും ആ ഇരട്ടകൾ ഇവിടെ ഇരിക്കുകയാണ്. ഈ 31-ാം തീയതി അവർ വിരമിക്കും. ഇതിൽ ഒരാൾ ഈ അനിലിന് ഞാൻ എന്നോടൊപ്പം ട്രെയിനിങ് നടത്തി. ഞങ്ങൾ 93 ഒരുമിച്ച് സർവീസിൽ കയറിയാണ്. തുടർന്ന് ഞാൻ ഈ അനിലും കൂടെ പുളിങ്കുടിയിൽ നിന്ന് മണിയാർ ട്രെയിനിങ് സെൻ്ററിൽ പോകുമ്പോൾ ഈ ചേട്ടനായ സുനിലിന് ഞാൻ ട്രെയിനിങ് കൊടുത്തയാളും കൂടെ. ബിരുദം വരെ പഠിച്ചതും ഒരുമിച്ച്. പോലീസ് സേനയിൽ ഇരുവരും 4 വർഷത്തെ വ്യത്യാസത്തിൽ ജോലി നേടി. അനിൽകുമാർ കൊല്ലം സിറ്റി ക്രൈംബ്രാഞ്ചിലും സുനിൽകുമാർ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിലും SIമാരാണ്. എനിക്ക് പറയാനെന്ന് വെച്ചാൽ അനിലും ഞാനും ഒക്കെ ഒരേ ട്രെയിനിങ്ങാണ്. പുളിങ്കുടി ബാച്ചിലെ ട്രെയിനിങ്ങാണ്. അപ്പം അതിനുശേഷമാണ് സുനിൽ സർവീസിൽ കയറിയത്. അപ്പോൾ എനിക്കിവർ രണ്ടുപേരും അനിൽ ഇപ്പോൾ ഞാൻ DC വന്ന ശേഷം ഇവിടുത്തെ റൈറ്ററിൻ്റെ കീഴിൽ നല്ലൊരു അവസരം കിട്ടി. കൊല്ലം വെസ്റ്റ് CO ഓഫീസിൽ റൈറ്ററായിട്ടിരിക്കുകയായിരുന്നു സുനിൽ. അന്ന് ഞാൻ വെസ്റ്റിൽ CO ഓഫീസിലും റൈറ്ററായിട്ട് സുനിലിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അനിൽ ഞങ്ങൾ ഒരു ബാച്ചാണ്, ഈ പറയുന്ന ഒരു ബാച്ചാണ്. ഞങ്ങൾ ഒരുമിച്ച് ഈ യൂണിറ്റിൽ പങ്കെടുത്തുകൊണ്ട് മാതൃകപരമായ പ്രവർത്തനമാണ് അനിൽ നടത്തുന്നത്. സുനിലും അത് കണക്ക് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിലാണ് ജോലി ചെയ്യുന്നത്. ആദ്യകാലങ്ങളിൽ ഞങ്ങൾ തമ്മിൽ തിരിച്ചറിയാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് രണ്ടുപേരെയും നമുക്കൊരു തിരിച്ചറിയാൻ സാധിച്ചത്. ഞാൻ നാർക്കോട്ടിക്സിലാണ് വർക്ക് ചെയ്യുന്നത്. അനിൽ സാറാണ് എനിക്ക് നാർക്കോട്ടിക്സിൽ ഒരു ചാൻസ് മേടിച്ചെന്ന്. അനിൽ സാറിൻ്റെ മകൻ്റെ കല്യാണത്തിന് ചെല്ലുമ്പോഴാണ് ആദ്യമായിട്ട് സുനിൽ സാറിനെ കാണുന്നത്. അപ്പം കൂടെയുള്ള സാറുമാർ പറഞ്ഞ് അനിൽ സാർ ഇത് നിൽക്കുന്ന പോയി സംസാരിക്കാൻ. അപ്പോൾ അനിൽ സാറിനെ കണ്ടില്ല. കല്യാണത്തിന് ചെല്ലുമ്പോഴാണ് പറയുന്നത്. സുനിൽ സാറിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് പെട്ടെന്ന് ആ ലൈറ്റിൻ്റെ ഇത് കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ ആയിപ്പോയി. പെട്ടെന്നൊരു ചിന്താഗതി വന്നു. പിന്നീടാണ് പറയുന്നത് ട്വിൻസാണെന്നുള്ളത്. എനിക്ക് ഇവരെ രണ്ടുപേരെയും കൂടെ ജോലി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അനിൽ സാറിൻ്റെ കൂടെ ട്രാഫിക്കിലും മറ്റേ ക്യാമ്പിലും വർക്ക് ചെയ്യാൻ പറ്റി. സുനിൽ സ്റ്റേഷനിൽ ശക്തികുളം സ്റ്റേഷനിൽ റൈറ്ററായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ അവിടെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ SI ആയിട്ടും ജോലി ചെയ്ത്. രണ്ടുപേർക്കും നല്ല അനുഭവമാണ്. അനിൽ സാറ് വളരെ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. ഓഫീസിലെ എല്ലാ കാര്യങ്ങളും നല്ല ബ്രില്യൻ്റായിട്ട് കൈകാര്യം ചെയ്യും. ഞങ്ങളെയൊക്കെ ഓരോ ഇത് ഓർമ്മപ്പെടുത്തി തരുന്നത് സാറാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അനുജനുള്ള കാര്യം ഞാൻ സത്യത്തിൽ ഇവിടെ വന്നിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. സാറ് വളരെ നല്ലതൊരു സാറിൻ്റെ റിട്ടയർമെൻറ്റിൽ വളരെയധികം വിഷമമുണ്ട്. ഞങ്ങൾ തമ്മിൽ കുട്ടിക്കാലം പോലെ ഞങ്ങൾ ഒന്നിച്ച് എല്ലാ സ്ഥലത്തും പോകത്തുള്ളൂ. അപ്പോൾ അയാൾ പോകുന്നിടത്ത് ഞാൻ പാത്രത്തിൽ ഉണ്ടുറങ്ങി എന്നൊക്കെ പറയുന്ന പ്രയോഗം. അതെ, ഒരേ ഡ്രസ്സ് ഷർട്ട് പോലും ഞങ്ങൾ ഒരേ കണക്ക് തന്നെ സെലക്ട് ചെയ്തെടുക്കുന്നത്. ഒരേ മോഡലാണെങ്കിൽ 2 കളറ് അല്ലെങ്കിൽ ഒരേ കളറ്. അങ്ങനെ വളരെ മുണ്ട് കൊടുക്കുമ്പോൾ രണ്ടുപേരും മുണ്ട് തന്നെ കൊടുക്കും. കോളേജിലൊക്കെ പോകുമ്പോൾ ഡിഗ്രിക്കൊക്കെ ഞങ്ങൾ മുണ്ട് കൊടുത്തുകൊണ്ടാവിക്കുന്നുണ്ട്. രണ്ടുപേരും ഡിഗ്രി ഫുൾ. പോലീസ് ഉദ്യോഗം വേണമെന്ന് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തീരുമാനമെടുത്തു? ഒരുമിച്ച് തീരുമാനിച്ചെടുത്ത് ഒന്നിച്ച് അപേക്ഷ ക്ഷണിച്ചപ്പോൾ അപേക്ഷിച്ചാണ്. അപ്പം കാലിനൊരു ചെറിയ പ്രശ്നം കൊണ്ട് ഫിസിക്കൽ ടെസ്റ്റിനകത്ത് ചെയ്യാൻ പറ്റാഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ എൻ്റെ കൂടെ ഇപ്പം ഇത്രയും സർവീസിൽ പുള്ളിക്കാരനും. ഇരട്ടകൾ ധാരാളം, എന്നാൽ പോലീസ് സേനയിലെ ഇരട്ടകളായ SIമാർ അത്യപൂർവം. ഇത് സാധാരണ എപ്പോഴും ഉണ്ടാവുന്നതല്ല. ഇതൊരു കൗതുകമാണ്. സർക്കാർ സർവീസിലൊക്കെ മുമ്പ് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, അതും അപൂർവമായിട്ടാണ്. പക്ഷെ എന്തായാലും ഈ 2025 ഈ പോലീസ് സർവീസിൽ ഇതൊരു പുതിയ വാർത്ത തന്നെയാണ്. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.